പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിൽ നിർത്തിയ 2 മാസങ്ങൾ ഒടുവിൽ സൈനിക നീക്കം അവസാനിപ്പിക്കുകയാണ് അമേരിക്ക. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയോ? അമേരിക്കയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? ഇതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിച്ചതായി അമേരിക്ക വ്യക്തമാക്കുന്നു. ഫെബ്രുവരിയിൽ ആരംഭിച്ച എപ്പിക് ഫ്യൂറി എന്ന പേരിലെ സൈനിക നടപടിയാണ് അവസാനിപ്പിച്ചത്. ഹോർമൂസിലെ ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡവും അവസാനിപ്പിച്ചു. അതേസമയം ഹോർമൂസിൽ കപ്പൽ ഗതാഗതം പൂർണ്ണതോതിലാക്കാൻ അമേരിക്കൻ നടപടി തുടരും. ഇറാന്റെ ഭാഗത്തു നിന്ന് സൈനിക നടപടി ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. I think you're linking it. The operation is over. Epic Fury, as the president notified Congress, we're done with that stage of it. Okay, we're now on to this project of freedom. As far as the negotiation is concerned, I think the president's been clear that part of the negotiation process has to be not just the enrichment, but what happens to this material that's buried deep somewhere that they still have access to if they ever wanted to dig it out. That has to be addressed, and that's being addressed in the negotiation. I'm not going to go further on what progress has been made on that topic because I don't want to endanger the negotiations, but suffice it to say that the president and this entire team is aware of the centrality of that question, and that will have to be addressed one way or the other. അതിനിടെ US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി. ഖത്തറിന് മുകളിൽ വെച്ചാണ് സിഗ്നലുകൾ നഷ്ടമായത്. UAE-ലെ അൽദഫ്ര വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. വിവരങ്ങളുമായി BB വിനോദ് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, കഴിഞ്ഞ 2-3 ആഴ്ചയിലധികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വളരെ ശാന്തമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ വീണ്ടും ഇറാന്റെ ഭാഗത്ത്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു, ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ അതിനിടെയാണ് ഈ രീതിയിൽ ഈ സൈനിക നീക്കം അവസാനിപ്പിച്ചതായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിച്ചെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും രീതിയിലുള്ളൊരു കരാറ് അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ അതൊരു യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനമായി മാറിയിരിക്കുന്നു. ഇറാന് നേർക്ക് നടത്തിയിരുന്ന എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിക്കുന്നുവെന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പിക് ഫ്യൂറി എന്ന പേരിലാണ് നേരത്തെ ഫെബ്രുവരിയിൽ ഇങ്ങനൊരു സൈനിക നടപടി ആരംഭിച്ചത്. അത് പ്രധാനമായും ഇറാൻ മറ്റ് സംഘടനകൾക്ക്, അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സംഘടനകൾക്ക് പണം നൽകുന്നു എന്നതിൻ്റെ പേരിൽ ആക്രമണം തുടങ്ങിയ ഒരു നടപടിയാണ്. പിന്നീട് അത് ഹോർമൂസുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് മാറി. ഹോർമൂസിൽ കപ്പലുകൾ തടഞ്ഞതോടെ പുതിയൊരു പ്രോജക്റ്റുമായി അമേരിക്ക രംഗത്ത് വന്നു. പ്രോജക്റ്റ് ഫ്രീഡം എന്നായിരുന്നു അതിൻ്റെ പേര്. അതും മറ്റൊരു സൈനിക നടപടിയായിരുന്നു. ഇങ്ങനെ 2 സൈനിക നടപടികളാണ് ഇറാന് നേർക്ക് അമേരിക്ക പ്രയോഗിച്ചത്. ഈ 2 സൈനിക നടപടികളും പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു, എല്ലാ നടപടികളും അവസാനിപ്പിക്കുന്നുവെന്ന്. പക്ഷേ ഇറാൻ ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അവർ ഇതിനോട് സഹകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഹോർമൂസിൽ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക വീണ്ടും പറയുന്നു. അവിടെയാണ് ചില അവ്യക്തതകൾ അവശേഷിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും അമേരിക്കയുടെ നടപടികൾ തുടരുക എന്നതിൽ സംശയമുണ്ട്. ഇറാനാകട്ടെ അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും തങ്ങളുടെ അനുമതി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. ഇസ്ലാമാബാദിൽ നടന്ന 2 ചർച്ചകൾ, ആ 2 ചർച്ചകൾ നടന്നെങ്കിലും ഒത്തുതീർപ്പ് വിദൂരതയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇതുവരെയും അങ്ങനെ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് എത്താൻ ഇരു രാഷ്ട്രങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, 14 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹോർമൂസിൽ അവർക്ക് പരമാവധി അല്ലെങ്കിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം, നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന കാര്യം. അവിടെ ഇറാൻ ചുങ്കപ്പിരിവ് ഈ യുദ്ധത്തിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമെന്ന ആവശ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല, ഹോർമൂസിൽ പരിപൂർണമായ സ്വാതന്ത്ര്യം ഇറാന് നൽകുന്നതിലും അമേരിക്ക കടുംപിടുത്തം പിടിക്കുകയാണ്. അങ്ങനെ കഴിയില്ല എന്നൊരു നിലപാടിലാണ് അമേരിക്ക നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ വലിയ തോതിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പാകിസ്ഥാനിലുള്ള ചർച്ചയ്ക്ക് പുറമെ റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും അടക്കമുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിലായി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് UAE-യിൽ 2 തവണയായി, ഇന്നലെയും മിനിഞ്ഞാന്നുമായി. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടലുകൾ, മധ്യസ്ഥ ചർച്ചകളാണോ ഈ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ
അമേരിക്കയെ പ്രേരിപ്പിച്ചത്? അതോ അങ്ങനെ പെട്ടെന്നൊന്നും കീഴടങ്ങില്ലെന്ന് ഇറാൻ പറയുന്നു? അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെ, അമേരിക്കയും അടുപ്പമുള്ള രാഷ്ട്രങ്ങളെയെല്ലാം പശ്ചിമേഷ്യയിലെ മറ്റു പല രാഷ്ട്രങ്ങൾക്കും മേലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ അതിൻ്റെ മുന്നറിയിപ്പായിരുന്നു. മറ്റ് രാജ്യങ്ങളെയും ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ അമേരിക്ക ഒടുവിൽ പരാജയ ഭീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ, ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ സാധ്യതയില്ലേ? വീണ്ടും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധത്തിനുള്ളൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടായാൽ വീണ്ടും കാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ടോ വിനോദ്? ടോം, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് അമേരിക്ക സത്യസന്ധമായി സുതാര്യമായി ചെയ്യുന്ന ഒരു നടപടിയാണെങ്കിൽ അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, അമേരിക്കയിൽ ഹിതപരിശോധന വരികയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതിന് എതിർപ്പുണ്ട്. അതായത് ട്രംപിൻ്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ യുദ്ധം വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു ജനരോഷമുണ്ടാകാനുള്ള സാധ്യത ട്രംപ് മുന്നിൽ കാണുന്നു. മറ്റൊന്ന്, 60 ദിവസം മാത്രമാണ് പ്രസിഡന്റിന് സ്വന്തം അധികാരപ്രകാരം ഇങ്ങനെ യുദ്ധവുമായി മുന്നോട്ട് പോകുവാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ US കോൺഗ്രസിൻ്റെ അനുമതി തേടേണ്ടതുണ്ട്. അങ്ങനെ ഒരു അനുമതി തേടുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം വേണ്ടിവരും. മറ്റൊന്ന്, ഈ ആയുധത്തിൻ്റെ വിന്യാസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗൾഫിലെ രാജ്യങ്ങളുമായി, കുവൈറ്റും ഖത്തറും UAE അടക്കമുള്ള രാജ്യങ്ങളുമായി അമേരിക്ക പുതിയ സൈനിക കരാറിൽ ഒപ്പുവെച്ചത്. ഏതാണ്ട് $8 ബില്യൺ കരാറാണ് ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. അങ്ങനെ ആയുധങ്ങൾ കൂടുതലായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുക, അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഇറാനെതിരെ നിലകൊള്ളുന്ന രാജ്യങ്ങളിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്താനുള്ള സാധ്യത. മറ്റൊന്ന്, ഏതാണ്ട് 6000 ടൺ ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുകയാണ്. ഇത് അമേരിക്കയുടെ തന്നെ സ്വന്തം ബജറ്റിൽ നിന്നാണ് ഈ ആയുധങ്ങൾ നൽകുന്നത്. അത് പണമായല്ല നൽകുന്നത്. എല്ലാ കാലവും അമേരിക്ക ആയുധങ്ങളാണ് ഇസ്രായേലിന് നൽകുന്നത്. അങ്ങനെ ഈ ആയുധം ഇസ്രായേലിന് നൽകുന്നു. ഇതിൻ്റെ ഒരു സമയം, ആ ആയുധവിന്യാസത്തിനുള്ള സമയം അല്ലെങ്കിൽ കൂടുതൽ പടയൊരുക്കാനുള്ള സമയമാണോ എന്ന സംശയമൊക്കെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ള ഉപാധികളിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായിരുന്നാലും ഈ യുദ്ധം നിർത്തുന്നു എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ വിപണിയുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലനമുണ്ട്. ക്രൂഡ് വില ഗണ്യമായി കുറയുന്നുണ്ട്. ഇപ്പോൾ ബാരലിന് $100 താഴെ എന്ന നിലയ്ക്ക് ക്രൂഡിൻ്റെ വില മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിനും ഗുണകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേരളത്തിലെ കാര്യം കൂടി പരിശോധിക്കണം. ഹോട്ടലുകൾ അടച്ചിട്ടുള്ള സമരമാണ്. ഒറ്റയടിക്കാണ് ഏതാണ്ട് 1000 രൂപയ്ക്കടുത്ത് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയത്. പെട്രോളിനും ഡീസലിനും ഏത് നിമിഷവും വില കൂടാമെന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചു എന്നത് വളരെ പ്രത്യാശയോടെ കാണേണ്ട കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫുജൈറയിലുണ്ടായ ഇറാൻ്റെ ആക്രമണം, അവിടെ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആളുകൾ ധാരാളമായി കഴിയുന്ന സ്ഥലത്ത് യുദ്ധം ഒഴിവാകുന്നു എന്നത് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ്, പ്രത്യാശയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ടോം, തീർച്ചയായും അങ്ങനെ ആശങ്ക പൂർണ്ണമായി ഒഴിയുന്നു എന്ന് തന്നെ കരുതാൻ കഴിയുമോ വിനോദ്? നമുക്കറിയാം, ഏറ്റവും അധികം മലയാളികൾ ആശങ്കപ്പെട്ടത് നിരവധി ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും നിരവധി പ്രവാസികൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇവിടെയുള്ള നാട്ടിലുള്ളവരുടെ ബന്ധുക്കളൊക്കെ വലിയ ആശങ്കയോടെയായിരുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധം തുടങ്ങിയത് മുതൽ എന്തും സംഭവിക്കാമെന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല, അതോടൊപ്പം വിനോദ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള വിലക്കയറ്റം, ഈ പാചകവാതക വിലവർദ്ധനവ്, ഇന്ധനവില എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിൽ കുതിക്കാമെന്നൊരാശങ്ക, മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം, ഈ രീതിയിലുള്ളൊരു ആശങ്കകൾക്ക് ഇടയാണ് ഇത്തരം യുദ്ധം അവസാനിപ്പിക്കാൻ, സൈനിക നീക്കം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കം. സ്വാഭാവികമായും ഇത് വിപണിയടക്കം പ്രതിഫലിക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ രീതിയിൽ ഈ ഷെയർ മാർക്കറ്റുകളുടെയൊക്കെ ഒരു ഇടിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രൂപയുടെ തകർച്ച, അങ്ങനെ ഇതൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നൊരു പശ്ചാത്തലത്തിൽ വീണ്ടും ആ പഴയ രീതിയിലേക്ക് വിലക്കയറ്റമൊക്കെ പിടിച്ചു നിർത്താനും അതോടൊപ്പം ഇന്ധനവില വർധനവ് എന്നൊരു തീരുമാനമൊക്കെ പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ?
ടോം, കഴിഞ്ഞ ദിവസവും ഇന്ത്യയുടെ ഒരു എണ്ണ കപ്പൽ ഹോർമൂസ് കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കപ്പലുകൾ ഹോർമൂസിൽ തടഞ്ഞിട്ടിരിക്കുന്ന നിലയുണ്ട്. ഏതാണ്ട് 30ഓളം കപ്പലുകളാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടേതായി അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും 10-ൽ താഴെ കപ്പലുകൾ അവിടെ നിന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്താനുണ്ട്. പല കപ്പലുകളും ആഴ്ചകളായി അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ആദ്യഘട്ടങ്ങളിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇറാൻ്റെയോ തടസ്സമുണ്ടായിരുന്നില്ല. ഇന്ത്യ, രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും ഇന്ത്യ സുഹൃത്ത് രാജ്യമാണ്. അങ്ങനെ കപ്പലുകൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇടയ്ക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇറാനുമായി സംസാരിക്കുകയും പിന്നീട് മറ്റ് ചില കപ്പലുകൾ കൂടി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ഒരു ആശ്വാസം എന്ന് പറയാൻ കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ വളരെയധികം ആളുകൾ മലയാളികളായി താമസിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗൾഫ് നാടുകളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള, ജോലി തേടി പോയിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്കറിയാവുന്നതാണ്. അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷിതത്വം ഉണ്ടാകുന്നു എന്നത് ആശ്വാസം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഈ മാർച്ചിൽ ആദ്യം ഈ പ്രശ്നമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി ഈ പ്രശ്നമുണ്ടാകുന്ന സമയമുണ്ട്. ആദ്യം സമാധാന ചർച്ച എന്ന നിലയ്ക്ക് ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ ഒമാൻ വാർത്താക്കുറിപ്പിറക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, തർക്കം തീർന്നു എന്ന നിലയ്ക്ക് വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെയാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നതും ഖമേനി അടക്കം 12 പേർ കൊല്ലപ്പെടുന്നതും. അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. അത് പ്രഖ്യാപനം വന്ന ശേഷവും വീണ്ടും ഇറാനിലേക്ക് തുടരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്കും യമനിലേക്കും ആക്രമണം ഉണ്ടാകുന്നു. തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇതെല്ലാം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ദിനം പ്രതി ഈ നിലപാടുകൾ മാറ്റുന്ന നിലയിലേക്ക് ട്രംപ് പോകുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇറാനാകട്ടെ ഒരു ഘട്ടത്തിൽ പോലും അമേരിക്കയുടെ വാക്കുകളെ മുഖവിലേക്കെടുക്കുകയോ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഈ ഏറ്റുമുട്ടൽ അനുസ്യൂതം തുടരുകയായിരുന്നു. ചില ഇടവേളകൾ ഉണ്ടായി എന്നത് ഒഴിച്ചാൽ ഈ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. എന്നാൽ കടുത്ത ആക്രമണത്തിലേക്ക് കടന്നിരുന്നില്ല. അത് മറ്റ് രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്. കാരണം ഈ ഇന്ധന ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായാൽ അത് ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല എന്ന കാര്യം ഏവരും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു പോകാത്തത്. അമേരിക്കയുടെ ആദ്യത്തെ ആവശ്യങ്ങളിലൊന്ന് ഇറാൻ ആണവശക്തിയാകാൻ പാടില്ല എന്നതായിരുന്നു. അവിടെ റഷ്യയുടെ ഇടപെടലുണ്ടായി. സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ എടുത്തുകൊള്ളാം, തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്നൊരു വാഗ്ദാനം റഷ്യ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇറാൻ അതിന് സന്നദ്ധമാകുന്നില്ല. മധ്യസ്ഥ ചർച്ചയ്ക്ക് പിന്നെയും റഷ്യ ശ്രമിക്കുമ്പോൾ അമേരിക്ക അതിനോട് താല്പര്യം കാണിച്ചില്ല. അങ്ങനെ പലപ്പോഴും ഈ മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ പൊടുന്നനെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇറാന് നേരെയുള്ള മുഴുവൻ സൈനിക നടപടികളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇതിൽ സമവായത്തിൻ്റെ പാതയിൽ എത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നത് തന്നെയാണ് ലോക സമാധാനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം. വ്യക്തമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശ്വാസത്തിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനെതിരായിട്ടുള്ള എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കാനുണ്ട്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട, അതിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഏതെങ്കിലും രീതിയിൽ തർക്കമുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ വീണ്ടും സ്ഥിതി പഴയ രീതിയിലേക്ക് പോകാം. പക്ഷേ അതിനിടെ പല രീതിയിലുള്ള സമവായ ചർച്ചകൾ, പല മധ്യസ്ഥ ചർച്ചകളുമായി മറ്റു പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളുടെ പോക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.